മലയാള സിനിമയിൽ കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തിയെഴുതിയ ചിത്രമാണ് ഐ.വി. ശശിയുടെ അശ്വരഥം. പ്രഭാകരൻ പുത്തൂറിൻ്റെ ഒറ്റയാൻ എന്ന നോവലിനെ ആസ്പദമാക്കി ഐ.വി. ശശി ഒരുക്കിയ അശ്വരഥം. ഒറ്റയാൻ എന്ന നോവൽ പ്രഭാകരൻ പുത്തൂർ എഴുതിയത് കുമാരി വാരികയിലാണ്. അക്കാലത്ത് കേരള ശബ്ദം ഗ്രൂപ്പിൽ നിന്നിറങ്ങിയിരുന്ന പൈങ്കിളി വാരികയായിരുന്നു കുമാരി. വൈക്കം ചന്ദ്രശേഖരൻ നായരായിരുന്നു എഡിറ്റർ. അന്ന് കേരള ശബ്ദം ഗ്രൂപ്പിൻ്റെ പത്രാധിപ സമിതിയിൽ അംഗമായിരുന്നു പ്രഭാകരൻ പുത്തൂർ. ഒറ്റയാൻ സെക്സും സ്റ്റണ്ടും നിറഞ്ഞ നോവലാണ്. ആ നോവൽ അശ്വരഥം എന്ന പേരിൽ ഐ.വി. ശശി ചലച്ചിത്രമാക്കിയപ്പോൾ അത് സൂപ്പർ ഹിറ്റായി മാറിയത് ചരിത്രം. 1980 അശ്വരഥം റിലീസ് ചെയ്തത് കേരളത്തിൽ. രവീന്ദ്രനും ശ്രീവിദ്യയും ആയിരുന്നു അശ്വരഥത്തിലെ നായകന്മാർ. അതിൽ ശ്രീവിദ്യ അവതരിപ്പിക്കുന്ന കഥാപാത്രം ട്രെയിനിൽ യാത്ര ചെയ്യുന്നു. രവീന്ദ്രൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ട് ട്രെയിനിലേക്ക് ചാടിക്കയറുന്നു, ശ്രീവിദ്യ യാത്ര ചെയ്യുന്ന കമ്പാർട്ട്മെൻറ്റിൽ. ശ്രീവിദ്യ അവതരിപ്പിക്കുന്ന കഥാപാത്രം ബിസിനസ് സാമ്രാജ്യം വെട്ടിപ്പിടിച്ച യുവതിയാണ്. ശ്രീവിദ്യയുടെ സ്വത്ത് തട്ടിപ്പറിക്കാൻ, അല്ലെങ്കിൽ പണം തട്ടിപ്പറിക്കാൻ കള്ളന്മാർ എത്തുന്നു. ആ കള്ളന്മാരിൽ നിന്ന് രവീന്ദ്രൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ശ്രീവിദ്യയെ രക്ഷപ്പെടുത്തുന്നു. നിശീഥത്തിൻ്റെ ഇടവേളകളിൽ എവിടെയോ വെച്ച് ശ്രീവിദ്യ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ മനസ്സിൽ രവീന്ദ്രൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം കുടിയേറുന്നു. ഇരുവരും ട്രെയിനിനുള്ളിൽ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതിമനോഹരമായാണ് ഈ ചിത്രത്തിലെ ലൈംഗിക രംഗം, ട്രെയിനിൽ വെച്ചുള്ള ലൈംഗിക രംഗം ഐ.വി. ശശി ചിത്രീകരിച്ചത്. അധികം സെക്സ് കാണിക്കാതെ മുഖഭാവങ്ങളിലൂടെ ശ്രീവിദ്യ രതി എന്ന വികാരം പ്രേക്ഷക ഹൃദയത്തിലേക്ക് കയറ്റി വിടുകയായിരുന്നു. രവീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബ്രേക്കായിരുന്നു അശ്വരഥം. ചെന്നൈയിലെ അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അഭിനയം പഠിച്ചിറക്കിയ രവീന്ദ്രൻ ഒരു തലൈ രാഗം എന്ന ചിത്രത്തിലൂടെ തമിഴകത്ത് എത്തിയെങ്കിലും മലയാളത്തിൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത് അശ്വരഥത്തിലൂടെയാണ്. അശ്വരഥത്തിന് ശേഷം രവീന്ദ്രനെ കേന്ദ്ര കഥാപാത്രമാക്കി കുറേയേറെ ചിത്രങ്ങൾ ഇറങ്ങി. കാലം അടക്കമുള്ള ചിത്രങ്ങളൊക്കെ വൻ വിജയമായിരുന്നു. അക്കാലത്ത് രവീന്ദ്രന് സൂപ്പർ താരത്തിൻ്റെ മാർക്കറ്റായിരുന്നു. രവീന്ദ്രൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആക്ഷൻ രംഗങ്ങളും നൃത്ത രംഗങ്ങളുമായിരുന്നു. നന്നായി നൃത്തം ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. തമിഴിലും മലയാളത്തിലും ഒരേപോലെ തിളങ്ങി അക്കാലത്ത് രവീന്ദ്രൻ. അശ്വരഥത്തിൽ അഭിനയിക്കുമ്പോൾ ശ്രീവിദ്യ ഐ.വി. ശശിയോട് ഒരു ചോദ്യം ചോദിച്ചു അത്രേ: ഇതിൽ അമിതമായി ശരീര പ്രദർശനം ഞാൻ നടത്തേണ്ടി വരുമോ എന്ന്. കാരണം അതിൻ്റെ പ്ലോട്ട്, അതിൻ്റെ കഥാഗതി അത്തരത്തിലുള്ളതാണ്. ഐ.വി. ശശി പറഞ്ഞു, വിദ്യാമ്മ അമിതമായ ശരീര പ്രദർശനം നടത്തേണ്ടി വരില്ല, അഭിനയം കൊണ്ട് മാത്രം രതിവികാരം ഉണ്ടാക്കിയാൽ മതി. അത് ശ്രീവിദ്യയ്ക്ക് സമ്മതമായിരുന്നു. രവീന്ദ്രൻ ശ്രീവിദ്യയേക്കാൾ പ്രായം കുറവാണ്. അന്ന് രവീന്ദ്രന് ശ്രീവിദ്യയേക്കാൾ പ്രായം കുറവാണ്. പക്ഷേ രവീന്ദ്രനുമായുള്ള രതിരംഗങ്ങളിൽ സഹകരിച്ച് തന്നെ ശ്രീവിദ്യ അഭിനയിച്ചു. റോസ് ഗൗണിട്ട ശ്രീവിദ്യയുടെ ശരീരത്തിൽ രവീന്ദ്രൻ പടർന്നു കയറുന്ന രംഗം സഭ്യതയ്ക്കുള്ളിൽ നിന്ന്, അല്ലെങ്കിൽ സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കാതെ ഐ.വി. ശശി ചിത്രീകരിച്ചു. ഇതൊക്കെ ഒരു കാലത്തെ ചിത്രങ്ങളാണ്. ഒരു കാലം അങ്ങനെയുള്ളതായിരുന്നു. മലയാള സിനിമയിൽ നായകന്മാർ കൊടികുത്തി വാണ കാലം, പ്രത്യേകിച്ചും 1980. ശങ്കറും രവീന്ദ്രനും രാജ്കുമാറും ഷാനവാസും മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ കടന്നു വന്ന വല്ലാത്തൊരു കാലം. അവർക്കൊപ്പം സോമനും സുകുമാരനും അടക്കമുള്ള സീനിയർ നടന്മാർ, സോമൻ, സുകുമാരൻ, മധു, നസീർ അടക്കമുള്ള സീനിയർ നടന്മാർ, ഇവരെല്ലാവരും ഒരുമിക്കുന്ന മൾട്ടി സ്റ്റാർ ചിത്രങ്ങൾ. ഇങ്ങനെയൊക്കെ കളർഫുള്ളായിരുന്ന ഒരു സിനിമാ കാലമാണ് 1980. ആ 80 സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു നൊസ്റ്റാൾജിയാണ്. അശ്വരഥത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. അശ്വരഥം സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ റിലീസ് ചെയ്യുന്നത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കാണാൻ ആദ്യ ദിനങ്ങളിൽ ആൾക്കാർ കുറവായിരുന്നു. പിന്നീട് ചിത്രം കാണാൻ ആൾക്കാർ ഇടിച്ചു കയറി. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളും അശ്വരഥത്തോടൊപ്പം സൂപ്പർ ഹിറ്റായി മാറി. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ ശങ്കറും മോഹൻലാലും മലയാള യുവാക്കളുടെ ഹൃദയത്തിലേക്ക് കടന്നു കയറി.
അതിൽ ശങ്കർ സൂപ്പർ താരമായി 1-2 വർഷം തിളങ്ങി തന്നെ നിന്നു. 2-3 വർഷം തിളങ്ങി തന്നെ നിന്നു. പിന്നീടാണ് ശങ്കറിന്റെ കസേര മോഹൻലാൽ തട്ടിയെടുക്കുന്നത്. രവീന്ദ്രനാകട്ടെ അശ്വരഥത്തിലൂടെ കിട്ടിയ ഹൈപ്പ് അദ്ദേഹം പിന്നീട് നിലനിർത്തിയില്ല. അദ്ദേഹം തന്നെ എന്നോടൊരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, സിനിമാ മംഗളത്തിൽ ഓർമ്മയുണ്ടോ എന്ന പരിധിക്ക് വേണ്ടി അദ്ദേഹത്തെ ഞാൻ അഭിമുഖം ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അക്കാലത്ത് അദ്ദേഹം നല്ല കഥാപാത്രങ്ങൾ ചീത്ത കഥാപാത്രങ്ങൾ എന്നൊന്നും നോക്കിയില്ല. കിട്ടുന്ന സിനിമയിലൊക്കെ അഭിനയിച്ചു. ചക്കരയുമ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുമായുള്ള ഒരു ഫൈറ്റ് സീനിൽ മാത്രമാണ് രവീന്ദ്രൻ അഭിനയിക്കുന്നത്. അങ്ങനെ അദ്ദേഹം കഥാപാത്രങ്ങളെ സെലക്ട് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു പോയി. പക്ഷേ സിനിമയെന്നും രവീന്ദ്രൻ്റെ മനസ്സിലുണ്ടായിരുന്നു. മലയാള സിനിമയിൽ നിന്നും മാറി നിന്നപ്പോൾ അദ്ദേഹം ലോക ക്ലാസിക് സിനിമകളെ പറ്റി പഠിച്ചു. ക്യാമ്പസുകളിൽ ലോക ക്ലാസിക് സിനിമകൾ കാണിച്ച് അദ്ദേഹം തന്നിലെ സിനിമ അഭിനിവേശത്തെ ഉയർത്തിക്കൊണ്ടിരുന്നു. തമിഴിൽ അക്കാലത്ത് അദ്ദേഹത്തിന് വലിയ മാർക്കറ്റായിരുന്നു. സകലകലാവല്ലഭൻ തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ കമൽഹാസനോടൊപ്പമാണ് അദ്ദേഹം തുല്യ പ്രാധാന്യമുള്ള വേഷങ്ങൾ ചെയ്തത്. അഞ്ചാതെ നെഞ്ചങ്ങൾ അദ്ദേഹത്തിൻ്റെ മറ്റൊരു വലിയ ഹിറ്റ് ചിത്രമാണ് തമിഴിൽ. പക്ഷേ എന്തുകൊണ്ടോ രവീന്ദ്രൻ കഥാപാത്രത്തെ തിരഞ്ഞെടുക്കുന്നതിൽ പരാജയപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ശങ്കറിനെ പോലെ ഒരു ഹൈപ്പ് അക്കാലത്ത് രവീന്ദ്രൻ ഉണ്ടാക്കാൻ സാധിക്കാത്തത്. മാത്രമല്ല, ബി ഗ്രേഡ് സിനിമകളുടെ നായകനായി രവീന്ദ്രൻ മാറി. ക്രോസ് ബെൽറ്റ് മണിയുടെയൊക്കെ ചിത്രങ്ങളിൽ, ആക്ഷൻ ചിത്രങ്ങളിൽ, തട്ടിക്കൂട്ടിയെടുത്ത ആക്ഷൻ ചിത്രങ്ങളിലൊക്കെ രവീന്ദ്രൻ അഭിനയിച്ചു. തിരിങ്കലം, ഈറ്റപ്പുലി തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ ഇതിൽ ശങ്കറും ഉണ്ടായിരുന്നു. പക്ഷെ ശങ്കറിന് മറുവശത്ത് പ്രിയദർശൻ അടക്കമുള്ളവരുടെ ചിത്രങ്ങളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. രവീന്ദ്രന് അതിനുള്ള ഭാഗ്യം, പ്രിയദർശൻ അടക്കമുള്ളവരുടെ ചിത്രങ്ങളിൽ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചില്ല. എന്നാൽ IV ശശി എക്കാലവും രവീന്ദ്രന് നല്ല റോളുകൾ കൊടുത്തിരുന്നു. അതിൽ ശ്രദ്ധേയമായ റോളാണ് കരിമ്പിൻ പൂവിനക്കരെ എന്ന ചിത്രത്തിലെ റോൾ. അതിലെ തമ്പി എന്ന കഥാപാത്രം, ആ കഥാപാത്രത്തെ രവീന്ദ്രൻ അസാധ്യമായാണ് അവതരിപ്പിച്ചത്. മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം തമ്പി എന്ന രവീന്ദ്രനെ പാമ്പിനെ കൊണ്ട് കൊത്തിക്കൊല്ലിക്കുന്ന രംഗം അതിലെ ഒരു ഹൈലൈറ്റ് ആയിരുന്നു. ആ പാമ്പിൻ്റെ കൊത്തേറ്റ് രവീന്ദ്രൻ മരണമടയുന്നതൊക്കെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാകും. IV ശശിയുടെ തന്നെ രംഗം എന്ന ചിത്രത്തിലും രവീന്ദ്രൻ അസാധ്യമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. IV ശശി എക്കാലവും രവീന്ദ്രന് നല്ല റോളുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിരുന്നു. രവീന്ദ്രൻ ഇപ്പോൾ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു. ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികൾക്കൊപ്പം രവീന്ദ്രനും അഭിനയിക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു ഗൃഹാതുരത്വം 80കളിലൂടെ കടന്നു വന്ന ഒരാളുടെ മനസ്സിൽ ഉണ്ടാകും എന്നത് തീർച്ച. ശ്രീവിദ്യയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. അശ്വരഥം എന്ന ചിത്രം ശ്രീവിദ്യയുടെ ചിത്രമായിരുന്നു. അടിമുടി ശ്രീവിദ്യ നിറഞ്ഞു നിന്ന ചിത്രം. ആ ചിത്രത്തിൻ്റെ ഓരോ രംഗത്തിലും ശ്രീവിദ്യ മനസ്സും ശരീരവും അർപ്പിച്ചാണ് അഭിനയിച്ചത്. ആ അഭിനയത്തിന് അർഹിക്കുന്ന വിജയം ആ ചിത്രത്തിന് ലഭിക്കുകയും ചെയ്തു.